അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ മുത്തുമണികളെ, ഒന്നും പറയണ്ട. ഇന്നലെ കുരുവട്ടൂരികൾക്ക് കാളരാത്രിയായിരുന്നു. കാളരാത്രി എന്ന് പറഞ്ഞാൽ ഇമാതിരി കാളരാത്രി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ സംഭവം എന്നറിയങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷ പരിപാടിയാണെന്നും പറഞ്ഞ് ഈ കുരുവട്ടൂരുകളെല്ലാവരും കൂടി ഒരു കൂത്താട്ടം നടത്തി. കൂത്താട്ടം എന്ന് പറഞ്ഞാൽ എന്ത് കൂത്താട്ടം എന്നാ പറയണ്ടേ? കുഞ്ഞായ്മൂൻ്റെ വക പൂരത്തെറി, നൗഷാദിൻ്റെ വക അതിലേറെ തെറി, സമതാണെങ്കിലോ വിഡ്ഢിത്തങ്ങളോട് വിഡ്ഢിത്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷ പരിപാടി എന്നും പറഞ്ഞ് ഇതൊക്കെ നടക്കുന്നത് എന്ത്? പണ്ഡിതന്മാരെ തെറി പറയുക, ഉസ്താദുമാരെ ചീത്ത പറയുക, തങ്ങന്മാരെ നിസാരക്കാരാക്കുക, ഇങ്ങനെ കണ്ട എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ അതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. നടത്തിയ കൂട്ടത്തിൽ നമ്മളെ കുരുവട്ടൂർ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന ചേക്കുട്ടിപ്പാപ്പ കാട്ടിലുമാണല്ലോ. മൂപ്പരെ കാട്ടിന്ന് വരുത്തിക്കണം തീരുമാനിച്ച് ഇന്നലെ രാത്രി. അങ്ങനെ വരുത്തിച്ച് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന ചേക്കുട്ടിപ്പാപ്പാനോട് പറഞ്ഞ്, നിങ്ങൾ ഞങ്ങളൊക്കെ ഒന്ന് അനുഗ്രഹിക്കണം, അതിനുവേണ്ടി നിങ്ങളൊരു അനുഗ്രഹ പ്രഭാഷണമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അനുഗ്രഹ പ്രഭാഷണം നടത്തണമെന്നും പറഞ്ഞു. മൂപ്പര കയ്യിൽ മൈക്കാൻ കൊടുത്തപ്പോ എൻ്റെ റബ്ബേ, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് എന്നുള്ള ആ പേരുണ്ടല്ലോ അത് മാറ്റി ഇനി കുരുവട്ടൂരി ഭരണിപ്പാട്ട് എന്നാക്കേണ്ട അവസ്ഥയിലാണ്. സംഭവം എന്താണെന്നറിയോ? ഈ ചേക്കുട്ടിപ്പാപ്പ കാട്ടിന്ന് വന്നിട്ട് നൗഷാദിൻ്റെയും അതുപോലെ സമദിൻ്റെയും കുഞ്ഞായ്മൂൻ്റെ ഒക്കെ പ്രഭാഷണം ഇങ്ങനെ പ്രഭാഷണം കേട്ട് നോക്കുമ്പോൾ നിറയെ വിഡ്ഢിത്തങ്ങൾ, നിറയെ തോന്നിയാസങ്ങൾ, തോന്നിയതുപോലെ ഓരോരുത്തം വിളിച്ചു വരിക. ഇതങ്ങ് കേട്ടപ്പോൾ നമ്മളെ ചേക്കുട്ടിപ്പാപ്പാൻ്റെ ശരീരത്തിലുള്ള ചെയ്ത്താനോ ജിന്നോ പിശാചോ എന്താണെന്നറിയില്ല, അതൊക്കെ കൂടി ഇങ്ങോട്ട് എന്തായി, ഹാളിറായി. മൂപ്പര് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയപ്പോൾ മുദബ്ബിറുൽ ആലമാണല്ലോ. എൻ്റെ റബ്ബേ, പൊടിപൂര തെറിയാണ്, പൊടിപൂര വിഡിത്താണ് ഇവരൊക്കെ ഉള്ളത്. അപ്പം മൂപ്പർക്ക് അങ്ങ് ഹാലളകി. ചേക്കുട്ടിപ്പാപ്പ ഉറഞ്ഞ് തൊള്ളാൻ തുടങ്ങി. ചേക്കുട്ടിപ്പാപ്പ എന്തൊക്കെ തോന്നിയാസം വായിലുണ്ടോ അതൊക്കെ ഈ കുരുവട്ടൂരികളെ വിളിച്ചു പറയാൻ തുടങ്ങി. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടല്ല, കുരുവട്ടൂരി ഭരണിപ്പാട്ട്. ആ ഭരണിപ്പാട്ട് എൻ്റെ റബ്ബേ സഹിക്കാൻ പറ്റുന്നില്ല. ആ മുമ്പിലിരുന്ന കൈതകളായി ജനിക്കപ്പെട്ട അവതാരങ്ങളുണ്ടല്ലോ, ഞങ്ങളൊക്കെ കൈതകളാക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് കൈതകളായ കുരുവട്ടൂരി മുരീദന്മാര്, അവരിത് കേട്ട് സഹിക്കാൻ പറ്റാതെ ചെവി പൊത്തിയിരുന്നു. ലൈവിൽ അന്നേരെ ഉള്ള ആളുകളൊക്കെ ചെവി പൊത്തിയിട്ടാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ ഈ തോന്നിയാസവും തെറിയും ഒക്കെ കേൾക്കുന്നത്. കുരുവട്ടൂരി മുരീദന്മാരായ നൗഷാദ് തെറി പറഞ്ഞിട്ടാണ്, വിഡ്ഢിത്തം പറഞ്ഞിട്ടാണ്, സമത് പറഞ്ഞിട്ടാണ് മൂപ്പർക്ക് ഹാലളിയത്. മൂപ്പരോ അങ്ങനെ ഒന്നല്ലോടോ തെറി പറയുന്നുണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് കണ്ട തോന്നിയാസം മുഴുവനും പറയാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി നമ്മളൊരു ഉസ്താദ് കൂടി പറയുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം നിങ്ങൾക്ക് ചെവി പൊത്താതെ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കേട്ടോളൂ. ഒരു ചെറിയ കഷ്ണം ഞാൻ ഇടുന്നുള്ളൂ, ബാക്കി ഇപ്പം ഇടാൻ നിവൃത്തിയില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യം വരുമ്പോൾ ഇട്ട് കേൾപ്പിച്ചു തരുന്നുണ്ട്. ആജാതി പൂരത്തെറിയാണ് ഇന്നലെ മുഴുവൻ. യൂട്യൂബിൽ ഒരു മനുഷ്യന്മാർ കയറി നോക്കിയിട്ടുണ്ടോ എനിക്ക് സംശയ. അവസാനോ ലൈവ് അങ്ങനെയോന്ന് കഴിഞ്ഞ് കിട്ടട്ടെ എന്ന് ദ്വാരക്കായിരുന്നു നമ്മളെ നൗഷാദും കുഞ്ഞായ്മതും സമതും ഒക്കെ കൂടിയിട്ട്. മൂപ്പര് മീനങ്ങാടി സുലൈമാന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചൊല്ലുന്നൊക്കെ കണ്ടിട്ട് നമ്മളെ നൗഷാദ് ഈ ചങ്ങായിൻ്റെ പ്രസംഗം ഒന്ന് നിർത്തി കിട്ടാൻ വേണ്ടി ആ പ്രസംഗം നിർത്തലും അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യലും ആക്കി. ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റൂല, ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. ധൈര്യമില്ല കുരുവട്ടൂരുകൾക്ക്. ആ കുരുവട്ടൂരുകൾ ഡിലീറ്റ് ചെയ്ത വീഡിയോ വീണ്ടും അവർക്ക് അപ്ലോഡ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. നമ്മൾ കാണിക്കൂല അവര്, കാരണം ആജാതി കുരുവട്ടൂരി ഭരണിപ്പാട്ടാണ് അതിലുള്ളത്. ആരുത്? ഷെയ്ഖിൻ്റെ. ചേക്ക് ഇങ്ങനെ ആയാൽ ബാക്കിയുള്ളവരെങ്ങനെയാവും? പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ചേക്ക് നിന്ന് വാത്തിയാൽ മുരീദന്മാർ നടന്നു വാത്തുന്നു. ആ കോലത്തിലാ ചേക്കിൻ്റെ പൂരത്തെറി
ഈ തെറി സാധാരണ പറയുന്ന കുരുവട്ടൂരി മുരീദന്മാരെ പോലും നാണിപ്പിച്ചു കളഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ കഷങ്ങൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബിങ്ങളെ, കുരുവട്ടൂരികൾ ഇന്നലത്തെ വല്ലാത്തൊരു പെട്ടത് വേറെ ഒന്നും ഉണ്ടല്ല, സ്വന്തം ശൈഖിനെ കൊണ്ട്. നൗഷാദും കുഞ്ഞഹമ്മദും അൻവരും നാടായ നാട് നീളം തെണ്ടി നടന്ന് പിന്നെ ഓരോ കാര്യസഫാത്തൊക്കെ ഇങ്ങനെ വെളുപ്പിച്ച് പെയിൻ്റൊക്കെ അടിച്ച് പറഞ്ഞ് സെറ്റാക്കും. പക്ഷേ നമ്മളെ ഷെയ്ഖൊക്കെ ബാത്തിലാക്കും. അത്തയ്യാത്തിൽ ഡാഷ് പോയാൽ മാതിരിയാ. ഷെയ്ഖ് എവിടെ തൊള്ളർന്നതൊക്കെ ഫുള്ള് ക്ലിപ്പാണ്. ബാലുശ്ശേരി തൊള്ളർന്നാൽ ബാലുശ്ശേരിക്ക് പിന്നെയും സഹിക്കാം. ഷെയ്ഖ് തൊള്ള തുറന്ന് അപ്പം ക്ലിപ്പാണ്. യാ അല്ലാ, ഇന്നലെ പോലെ പരിപാടി വന്നു. മൗലിദ് മജ്ലിസ്, എന്താ മജ്ലിസ്. അതിലിപ്പോൾ ഷെയ്ഖ് കുറേ പ്രസംഗിച്ചൊക്കെ ചെയ്തിന്. സഫാത്തുകളുടെയും തെറികളുടെയും ഒരു പൂരമായിരുന്നു, മാലപ്പടക്കം പരിപാടി. ലൈവ് കഴിഞ്ഞ ഉടനെ യൂട്യൂബിൽ നിന്ന് വീഡിയോ മുക്കി. സാധുക്കൾ ഗതികേട് ആലോചിക്ക്. സ്വന്തം ഷെയ്ഖിനെ കൊണ്ട് വല്ലാണ്ട് പുലിവാല പിടിച്ചൊരു ടീം വേറെ എവിടെ ഉണ്ടാവില്ല. സ്വന്തം നേതാവേദ സാധനം മുദബ്ബിറുൽ അതാണ് ആലോചിക്കണ്ടോ. മുദബ്ബിറുൽ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന മുദബ്ബിറുൽ ആലമായിട്ടുള്ള സ്വന്തം ഷെയ്ഖിൻ്റെ പ്രസംഗവും ഷെയ്ഖ് പൊതുരംഗത്തേക്ക് ഇറങ്ങിയ അപ്പം ഈ സാധുക്കൾ കിടന്ന് വരകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ മുക്കി. എന്തേ കാരണം? ഫുൾ തെറിയായിരുന്നു. തെറിയോട് തെറി. നമ്മുടെ ആലിമീങ്ങളെ, സമസ്തയുടെ ആലിമീങ്ങൾ പരമസ്ഥാദിലേക്കും ഏപ്പിസ്ഥാദിലേക്കും 90 മുടക്കിക്കൊണ്ട് തോന്നിയാസം വിളിച്ച് അവർ മുദബ്ബിറുൽ പോകും. മുദബ്ബിറുൽ പോയിട്ട് ഒരു മുദബ്ബിർ ഷെയ്ത്താനാവാൻ പോലുള്ള യോഗ്യത ചങ്ങായിക്കില്ല. ഷെയ്ത്താൻ്റെ മുദബ്ബിറിന് പോലും ഇത്രത്തോളം തെറി വരാനുള്ള തൊലിക്കെട്ടുണ്ടാവില്ല. തെറികളുടെ ഒരു മാലപ്പടക്കമായിരുന്നു ഷെയ്ഖ്. മുമ്പേ അങ്ങനെ തന്നെ. മുമ്പ് ആമാശയാത്ര ഉണ്ടായിരുന്നു മംഗലാപുരത്ത്. അന്ന് മുമ്പ് പ്രസംഗിച്ചപ്പോൾ പൊട്ടത്തരം പറഞ്ഞ് അതിൻ്റെ കൊടുത്ത് പറഞ്ഞ് മുത്തുനബി അബൂജഹലിനെ ഷാളണിച്ചു ആദരിച്ചു എന്ന് പറഞ്ഞു. അത് നൗഷാദിനടിയായി. വ്യക്തിപരമായിട്ട് എന്തില്ല, നമുക്ക് വിദേഹത്തിനോടും ഇസ്ലാമിൻ്റെ എതിരാളികളോടൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് വിരോധമില്ല, ആശയപരമായിട്ട് വിരോധമുള്ളൂ. ആരാ പ്രസംഗിക്കുന്നത്? അത്രയും കാലം ബഹുമാനപ്പെട്ട ഹക്കീം അസീർ ഉസ്താദിനെ ഈ പറയുന്ന ഇതിനോട് പിന്നെ ഏകദേശം ഇങ്ങനെ യോജിക്കുന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ വിദേഹത്തിൻ്റെ ആളുകളോട് വ്യക്തിപരമായിട്ട് നമുക്ക് വൈരാഗ്യമില്ല എന്നൊരു വാക്ക് ഉസ്താദ് എന്തോ വിഷയത്തിൻ്റെ അപ്പുറപ്പുറമൊക്കെ കട്ടുമുടിച്ചിട്ട് ഇപ്പം നൗഷാദ് ക്ലിപ്പിട്ട് നടന്ന് കുറേ ആഘോഷിച്ച ആളുടെ ഷെയ്ഖ് പറയണത് നമുക്ക് വിദേഹത്തിൻ്റെ ആൾക്കാരൊന്നും വ്യക്തിപരമായിട്ട് വൈരാഗ്യമില്ല. അതുകൊണ്ടാണ് മുത്തുനബി അബൂജഹലിനെ പിന്നെ ഷാളണിച്ചിട്ട് എന്താക്കി ആദരിച്ചു. നമ്മൾ മുമ്പാട് ഉസ്താദൊക്കെ അത് ക്ലിപ്പിട്ടിട്ട് നന്നാക്കി കശക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പരാളൊരിക്കൽ പ്രസംഗിച്ചു പിന്നെ തിരുവനന്തപുരത്തിൽ വെച്ചിട്ട് ഉള്ളാളത്തങ്ങൾ ഉറൂസ്. അങ്ങനെ ഉള്ളാളത്തങ്ങളൊക്കെ ഉറൂസ് ആദ്യം ഉള്ളാളത്തങ്ങൾ കുത്തുബായിരുന്നു കുറച്ച് കാലം. പിന്നെ ആ കുത്തുബൊക്കെ നീങ്ങി, ഷെയ്ഖ് നീക്കിയതുകൊണ്ട് വഫാത്തിൻ്റെ ശേഷം. അപ്പോൾ കുറച്ച് കാലം ഉള്ളാളത്തങ്ങളെ ഉറൂസൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ ഉറൂസ് നടത്തിയപ്പോൾ ഒരു ഉറൂസിൽ വെച്ചിട്ട് ഷെയ്ഖ് പ്രസംഗിക്കണത് സ്വഹാബികളിൽ വയന്ന സ്വഹാബികളുണ്ടല്ലോ. യാ അല്ലാ, ഇങ്ങനെയൊക്കെ സ്വഹാബത്തിനെ കുറിച്ച് വയന്ന സ്വഹാബി എന്നൊക്കെ പറയാൻ മാത്രം ഒരു തൊലിക്കട്ടിയുണ്ടെങ്കിൽ അയാൾ മുദബ്ബിർ ഷെയ്ത്താൻ പോയിട്ട് അതിൻ്റെ അപ്പുറത്തല്ല. അയാൾ മുദബ്ബിറുലാണ് പോലും. പിന്നെ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താ, പിന്നെ സ്റ്റേജിൽ കയറിക്കണം, ചെൽക്കാട പോടാ എന്തേ അടാ പോടാ അതാ നമുക്ക് ഷെയ്ത്താനെ എന്തെല്ലാം വിളികളാണ് വിളിക്കുന്നത്. ഇന്നലെ ഇപ്പം അങ്ങനെ തന്നെയാണ്. ഇന്നലെ അയാൾക്ക് ആലിളകിയതാണ്. മറ്റേ വെളിച്ചപ്പാടിനൊക്കെ ഇളകുമല്ലോ, കോമരം തുള്ള എന്ന പോലെ ആലിളകി പ്രസംഗിക്കാൻ. അതിൻ്റെ ചെറിയ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഇട്ടുതരാം. ബാക്കി ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരാൻ പോകുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ് ഇവരെ കഷ്ടം. ഷെയ്ഖിനെ കൊണ്ട് വല്ലാണ്ട് ബല്ലാപ്പ് പിടിച്ചൊരു വ്യാജ സിദ്ധന്മാരും കൂട്ടാളികളും ഈ കുരുവട്ടൂരിനെ പോലെ വേറെ ആരുമില്ല. എൻ്റെ ഇപ്പോഴത്തെ നൗഷാദ് ഷെയ്ഖ് എന്ത് ചെയ്യുക, ഒരു മുരീദാണ് നല്ലത്. നൗഷാദ് എന്ത് ചെയ്യുക, മുദബ്ബിറുൽ ഇവരൊക്കെ അതിൻ്റെ മുരീദന്മാരും ഖലീഫമാരാവുക. എന്നാൽ പിന്നെയൊരു രസം ഉണ്ടാവും. നൗഷാദിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത, സത്യം പറഞ്ഞത് നൗഷാദാണ് ഷെയ്ഖിനെ നിയന്ത്രിക്കുന്നത്, വേറെ വിഷയം. ഏതായിരുന്നാലും വല്ലാത്തൊരു കളിയാണ്, വല്ലാത്തൊരു കുഞ്ഞിരായി കുടുക്കിലാണ് ഈ നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും.